കൊഴുക്കട്ട, രുചികരമായ കൊഴുക്കട്ട റെഡിയായി കഴിഞ്ഞു. നല്ല പെർഫെക്റ്റ് കൊഴുക്കട്ടയാണ് ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല രുചികരമായ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഈ ഒരു കപ്പ് തേങ്ങ, നെയ്യ്, ഏലക്ക, ശർക്കര ഒരു 200 ഗ്രാം, അരിമാവ് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്, മാവിൽ ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇത്രയുമാണ് സാധനങ്ങൾ. ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തിരിക്കുന്നു. അതിൽ ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കിയെടുക്കുക. കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കുറുക്കിയെടുക്കുക. ിക്കുന്നതിന് വേണ്ടി ഈ ഗ്ലാസ് അളവിൽ 2 ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുക. 2 ഗ്ലാസ് മാവിന് 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. മാവിൻ്റെ ഇതനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഇപ്പം ഞാൻ 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. നല്ലവണ്ണം തിളപ്പിക്കുക. മാവിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മാവിന് മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം തിളപ്പിക്കുക. അടച്ചു തിളച്ച വെള്ളത്തിൽ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം തിളപ്പിക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി ഇതാക്കി എടുക്കുക. മാവിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം കുഴച്ചെടുക്കണം. നല്ലവണ്ണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ആക്കിയിട്ട് ഒരു ഉണ്ട, ഇത്രയും വലിപ്പത്തിലുള്ള ഓരോ ഉണ്ടകളാക്കി എടുക്കുക. നമ്മളെടുത്ത മാവിൽ 2 ഗ്ലാസ് മാവിൽ 12 ഉരുളകൾ ആയിട്ടുണ്ട്. ശർക്കരയും തേങ്ങയും വിളയിച്ചത് ഞാൻ ഉരുളകളാക്കി വച്ചിരിക്കുന്നു. മാവെടുത്ത് മാവിൽ ഒരു വിരൽ വെച്ച് ഒരു ദ്വാരം വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് അടച്ചതിന് ശേഷം പുഴുങ്ങിയെടുക്കാം. എല്ലാ ഫില്ലിങ്ങും ഞാൻ ഉരുളയിൽ നിറച്ചിരിക്കുന്നു. കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡലിയുടെ തട്ടിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇഡലിത്തട്ടിൽ നല്ല തിളച്ച് ആവി വരുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കുക. പെർഫെക്റ്റ് കൊഴുക്കട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.